ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വിശന്നു. സോ ഞാൻ വിചാരിച്ചു വിശക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നോർമലി എന്താ വരുന്നത്, അടുക്കളയിൽ എന്തൊക്കെയുണ്ടെന്ന്. അപ്പം ആദ്യം എൻ്റെ മനസ്സിൽ വന്ന് ചോറ് അത്ര അങ്ങോട്ട് പിടിക്കില്ല രാത്രി എനിക്ക്, അല്ലെങ്കിൽ എനിക്ക് പിടിക്കില്ല ചോറ് പൊതുവെ അങ്ങനെ തിന്നാറില്ല, വല്ലപ്പോഴും രാത്രി ചോറ് തിന്നാറുള്ളൂ. അപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നൂഡിൽസ് ഉണ്ടാക്കുകയാണെന്നാണ്. അപ്പം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കുക ആകെ ഉള്ളത് ഉള്ളിയാണ് ഗൈസ്, ഉള്ളി. അപ്പോൾ ഉള്ളി വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഉള്ളിയുണ്ട്, കോണുമുണ്ട്, പച്ചമുളകുമുണ്ട്, പിന്നെ മുട്ടയുണ്ട്, അതൊക്കെ മതി. അപ്പം നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വലുതായിട്ട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നൂഡിൽസ് ഉണ്ടാക്കാം വിത്ത് ഉള്ളി. ഇപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ വെള്ളമാണ്. ഞാൻ പാനിൽ ചൂടാക്കിയിട്ടില്ല, ചൂടാക്കാനാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. സോ വെള്ളം ഒഴിച്ചു. നമുക്ക് ഒരു 2-3 ഗ്ലാസ് വെള്ളം വേണം, ബിക്കോസ് അത് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടി വെള്ളം വേണം. ഇത് രണ്ടാമത്തെ ഗ്ലാസ്സാണ്, അത് ഒഴിച്ച് കൊടുത്തു. 3-ാമത്തെ ഗ്ലാസ് വെള്ളമാണ്. ഇനി നമുക്കൊരു 4-5 ഗ്ലാസ്സൊക്കെ വേണമായിരിക്കും, ബിക്കോസ് നല്ലോണം വേവണ്ടേ ആൾ. 4-ാമത്തെ ഗ്ലാസ്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇത്രയും മതിയായിരിക്കും. സോ നമുക്ക് സ്റ്റവ് കുത്തിക്കാവേ. ഓക്കെ, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഇത് തിളക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം ഏകദേശം ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. തിളക്കുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു നൂഡിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. നോർമൽ നൂഡിൽസ് നമ്മുടെ കയ്യിലുണ്ട്, ബട്ട് എനിക്ക് തോന്നുന്നത് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാൻ കുറച്ചും കൂടി ബെറ്ററായിരിക്കും. അപ്പം നമ്മൾ മറ്റേ നൂഡിൽസ് ഇട്ട് കൊടുക്കുമ്പം അത് ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് നൂഡിൽസും കൂടെയാണല്ലോ. അപ്പം മറ്റേ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ചുരുങ്ങി, ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ചുരുങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കും. ഇതെടുക്കുമ്പോഴത്തേനും നല്ല കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. സോ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാവേ. ആദ്യം തന്നെ ഇതൊന്ന് ഒടിക്കണം. ഒടിക്കാൻ പറ്റുന്നില്ലല്ലോ, ഒടിക്കുമ്പോൾ തന്നെ ഈ കവർ പൊട്ടുമായിരിക്കും. സോ അത് ഞാൻ വലുതായിട്ട് നോക്കുന്നില്ല, ഒന്ന് ശ്രമിക്കും. ഓക്കെ, അങ്ങനെ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് തന്നെ വേവും. സോ ഞാൻ അറിയാതെ ഒന്ന് ഒടിച്ചിട്ട്, അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഇതും വെച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അറിയാതൊന്ന് ഒടിച്ചിട്ട് പോയി. കുഴപ്പമില്ല, ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഇതിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇതിങ്ങനെ നിവർത്തി കിടക്കുമ്പോൾ തന്നെ അത് തന്നെ വേവും. ഇനി എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾ എടുത്തിട്ട് വേവൊക്കെ നോക്കാൻ പറ്റും, നല്ല ടെക്നോളജിയാണ്. സോ ഇതൊന്നും ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വരാം. ഇപ്പം എന്താ നമ്മുടെ എണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്നുപോലെ ഒന്ന് കറക്കി കൊടുക്കാം. എന്താ ഓലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ. ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടുമല്ലോ. ഓക്കെ, ഇഞ്ചി എടുത്ത് കൊടുത്ത് ഇനി ഇഞ്ചി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവേ. നമുക്ക് ഇഞ്ചി നല്ലോണം ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇളക്കി കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മൂത്ത് വരും. ജസ്റ്റ് എന്തായാലും ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ
ഏത് വെജിറ്റബിൾസ് ആയി ഇടാം. ഇത് ഉള്ളി നൂഡിൽസ് അതുകൊണ്ടാണ് ഞാൻ ഉള്ളി മാത്രമാക്കി ഇടുന്നത്. ഉള്ളി മാത്രം ഇടുമ്പോൾ ടേസ്റ്റ് വെച്ചാൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കാണാമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. ഇപ്പം ഞാൻ നല്ലോണം ഇളക്കി കൊടുക്കാതെ. നല്ലതായിട്ട് തുടങ്ങിക്കണം, നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടണം കേട്ടോ. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ അവിടെ മാറി കിട്ടണം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മുളകും കൂടി ഇട്ട് കൊടുക്കാം. കണ്ട മുളകാണ്. മുളക് ഞാൻ 2 മുളകാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് റൗണ്ടായിട്ടോ നീളത്തിലോ ഇതൊന്ന് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്തതുപോലെ മുട്ട എടുത്ത് നല്ല അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. പച്ചമണം മാറുന്ന വഴിക്ക് നല്ലോണമായിട്ട് ഇളക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് അത് തക്കാളി അങ്ങനത്തെ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ബട്ട് തക്കാളി ഞാൻ അത്ര അങ്ങോട്ട് ഇതാവുന്നില്ല. തക്കാളിയെ എനിക്ക് അത്ര അങ്ങോട്ട് സിമിലറായിട്ട് തോന്നുന്നില്ല. തക്കാളി ഇട്ടൊന്നാമത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അങ്ങനെ കിട്ടില്ല. മോസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫുഡൊക്കെ തക്കാളി അങ്ങനെ ചേർക്കൂല. തക്കാളി ഞാൻ അങ്ങനെ ചേർക്കുന്നത് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ തക്കാളി ചേർക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി മാത്രം ഇഷ്ടമല്ലാത്ത ആരെങ്കിലും കാണിക്കുക, അതായത് ഉള്ളി ഇഷ്ടമില്ല, ഉള്ളി അവോയ്ഡ് ചെയ്യണം അങ്ങനെ ഉണ്ടെങ്കിൽ തക്കാളി വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. നല്ലോണം മുന്നോട്ട് കിട്ടട്ടെ. അതിൻ്റെ ഈ ഒരു ഉടയണം, നല്ലോണം ഈ ഒരു ഷേപ്പിൽ ഉടഞ്ഞ് കിട്ടണം. ഇത് ഇനി ഉടയാനുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കളർ മാറണം കേട്ടോ. അപ്പം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് അടി പറ്റി പിടിക്കുക. ഇതിലേക്ക് നമ്മൾ മുട്ട ചിക്കി ഇട്ട് കൊടുക്കണം. 2 മുട്ടയാണ്, 2 മുട്ട ചിക്കി ഇട്ട് ഇട്ട് കൊടുക്കാം. രണ്ട് മുട്ട ചിക്കി ഇട്ടത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കുന്നു നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇത് കമ്പൾസറി ആണ്, ഇത് മുട്ട ചിക്കിയിട്ട് കൊടുത്ത് കമ്പൾസറി ആണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഏത് ഡിഷിലും മുട്ട ചിക്കിയിട്ടത് ഉണ്ട്. മുട്ട സെപ്പറേറ്റ് ചിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് യോജിക്കും. അപ്പം കാണാനൊരു രസം കാണില്ല. ഇത് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് കരിഞ്ജീരകമില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം. അയ്യോ ഓക്കെ, കരിഞ്ജീരകം ഉണ്ടല്ലോ, ഇതൊരു ഇമ്മിണി ചേർത്ത് കൊടുത്താൽ മതി. ഇതൊരു കളറിന് വേണ്ടിയാണ്, അതൊരു രസമല്ലേ. ഈ രസമെന്ന് വെച്ചാൽ കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ടേസ്റ്റിന് വേണ്ടി ഒന്നിനുമല്ല, ജസ്റ്റ് ഭംഗിക്ക് വേണ്ടിയാണ്. കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് കരിഞ്ജീരകം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാൻ കരിഞ്ജീരകം എല്ലാം കൂടെ മിക്സ് ആക്കാം. ഇതിലേക്ക് നമുക്ക് കോൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ ഡിഷായ കോണും ആഡ് ചെയ്ത് കൊടുക്കാം. കോൺ അവിടെ വെറുതെ ഇരിക്കുന്നത് കണ്ടപ്പം നമുക്ക് പറക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ കണ്ട കുഴപ്പമില്ല, ഇട്ട് കൊടുക്കാം. ഇപ്പം കോൺ നൂഡിൽസ് കൂടാവും. ഹെൽത്തിയാണ്, ഹെൽത്തി നൂഡിൽസ്, ഹെൽത്തി. പുതിയ പ്രൊണൗൺസിയേഷൻ കണ്ടുപിടിച്ചു, ഹെൽത്തി. ഓ മൈ ഗോഡ്. ഇപ്പം നല്ലോണം വൃത്തിക്ക് താഴ്ത്തി കൊടുക്കുക. നമ്മുടെ ഉള്ളിയൊക്കെ അവിടെ ഇരുന്ന് വെന്തമുണ്ടോ,
കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും എപ്പോൾ വേണമെങ്കിലും തിന്നാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. ഇത് മണം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര മണം. ഇതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ചില്ലി ഫ്ലിക്സ് ആണ്. ഇത് റെസ്റ്റോറൻറ്റ് ഡിഷിൽ അങ്ങനെ ഇല്ല, ബട്ട് എന്നാൽ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചില്ലി ഫ്ലിക്സ് മുളക് പൊടിയുടെ പകരമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം ആ ചില്ലി ഫ്ലിക്സിന്. നമ്മളിട്ട കോണം കൂടെ അതിനകത്ത് വന്നങ്ങ് വെന്തോളും. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കട്ട് ചെയ്തിടാൻ ഭയങ്കര പാടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ സെറ്റ് കിട്ടും. ഗ്രീൻ പീസും എല്ലാത്തിൻ്റെയും കൂടെ സെറ്റ് കിട്ടും. അതിനകത്തേക്ക് ജസ്റ്റ് ഇത് കൂട്ടൊന്നാക്കിയിട്ട് മുട്ട ചിക്കിയിട്ടാൽ മതി. ഞാൻ ലോ ഫ്ലെയിമാണ് ഇട്ടേക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് അത് മൊത്തം കഴിഞ്ഞ് വാടിപ്പോവും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഉപ്പ് മച്ചാനാണ് വരുന്നത്. നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഞാൻ ഇത്ര കാണുന്നുണ്ടോ? ഇത്ര ഇട്ട് കൊടുത്താൽ മതി. ലേശം ഉപ്പാണ് ഇട്ട് കൊടുത്തു. പിന്നെ ഉപ്പിനെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ആക്കുക, വീണ്ടും മിക്സ് ആക്കുക. അത് ഏറ്റവും കൂടുതൽ പ്രത്യേകത മിക്സ് ആക്കലിനാണ്. മിക്സാക്കി ഒരു ചെറുതായിട്ടൊന്ന് മിക്സാക്കിയാൽ മതി, വലിയായിട്ട് മിക്സ് ആക്കണ്ട, ഓൾറെഡി മിക്സ് ആക്കിയിട്ടാണ്. ഇത് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു നൂഡിൽസിൻ്റെ ഇതിങ്ങോട്ട് കൊടുക്കുക. പറ്റിപ്പിടിച്ച് ഓക്കെ. നമ്മൾ നൂഡിൽസ് ചേർത്ത് കൊടുത്ത് നൂഡിൽസ് ചേർത്തതിനകത്തോട്ട് ടൊമാറ്റോ കെച്ചപ്പ്, കൈ വീട്. ഓക്കെ, ടൊമാറ്റോ കെച്ചപ്പ് കയ്യിലാണ്ട് വീണ് അറിഞ്ഞില്ല. ടൊമാറ്റോ കെച്ചപ്പ് ഇന്നലെ കിട്ടേ ഉള്ളൂ. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം. തുറക്കാൻ പറ്റില്ല. ഇതെന്ത് ലോക്കം ഇരിക്കുന്നേ. ഓക്കെ, ഒരു സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത്. മതിയായിരിക്കും. പിന്നെ നമ്മുടെ ഈ നൂഡിൽസ് വെറുതെ തിന്നാൻ കൊള്ളൂലല്ലോ, അത് മസാല അങ്ങനെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. സോ അതിനു വേണ്ടി നമ്മുടെ സ്പൈസി കെച്ചപ്പാണ് ഗയ്സ്. സ്പൈസി കെച്ചപ്പം ചേർത്ത് കൊടുത്തു. ഇനി നല്ലോണം കൊണ്ട് ഇളക്കാം. നല്ലോണം കൊണ്ട് ഇളക്കാം. ഈ ഒരു വശമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇളക്കി ഒരു കുഴപ്പവും വരുത്തരുത്. നല്ല പക്കായിട്ട് നിങ്ങൾ ഇളക്കി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ ബട്ടറോ ഓയിലോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം കുറച്ച് ഒലിവ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ച് ഇളക്കാൻ കുറച്ച് നൈസ് കിട്ടും. ഇളക്കുന്നത് മാത്രമല്ല, അത് തിന്നാൻ കുറച്ച് ക്രീമി ആയിരിക്കും. ഇട്ടെടുത്ത് നല്ലോണം ഇളക്കാം. അടി പറ്റി പിടിക്കുന്നുണ്ട്. അതാ പറഞ്ഞത്, ഇളക്കിനൊരു കുറവ് കൊടുത്തത്. ഈ ഒരു ഭാഗമാണ് എല്ലാവരുടെയും പ്രത്യേകത ഭാഗം. മുമ്പ് വരെ ഒരു ഇതുമില്ലായിരുന്നു. എപ്പം വന്നപ്പം ഇളക്കിനൊരു ഇമ്മിനി ഫലം കൂടി. ടൊമാറ്റോ കച്ചപ്പ് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഒന്നോട്ട് ഓയ് നമുക്ക് സ്റ്റൗ ഇനി ഓഫാക്കാം. ഓക്കെ, അടിപൊളിയേ. ഗാർണിഷിന് വേണ്ടി കുറച്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇനി ചേർത്തെടുക്കണമെന്നില്ല. നമുക്കിത് കഴിച്ച് നോക്കാം. സോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കണ്ടേ? കഴിച്ച് നോക്കണം. നോക്കട്ടെ.